എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതാണ്. കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചതാണ്. ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 കപ്പ് തൈര്, നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. വേറെ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. 2-3 പ്രാവശ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. പാകമായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കുറച്ച് മുന്തിരി കൂടി ഫ്രൈ ചെയ്യാം. കുറച്ച് സവാള കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. 2 ഏലക്കായ, ചെറിയൊരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു ലേശം സവാള ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിതാ ഈ ഒരു ഗ്ലാസ്സിന് 3.5 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ജോക്കർ റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം, കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വാരി വെച്ചതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ജോക്കർ റൈസാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബാസുമതി റൈസ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതുപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. 6 ഗ്ലാസ് തിളച്ച വെള്ളമാണ്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ചിക്കനിലേക്ക് ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും. അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. റൈസ് എല്ലാം നല്ല പാകത്തിന് വെന്താണ് ഇരിക്കുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ട, 1 ഏലക്കായ, 2 ഗ്രാമ്പു. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി, ഒരു 20 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് ചേർത്തിട്ട് ഒന്ന്
ഇതിലേക്ക് ഞാൻ ചിക്കൻ നമ്മൾ വറുത്തെടുത്തപ്പോൾ കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 20 വെളുത്തുള്ളി ചതച്ചത്, 6 പച്ചമുളക് ചതച്ചത്, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരുന്നു, അതും കൂടി ഒന്ന് മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. സവാള വഴന്ന് വരുമ്പോഴേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2-3 ഇല കറിവേപ്പില, പുതിന ഇല, മല്ലിയില നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മല്ലിയില, പുതിനയില, കറിവേപ്പില ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഇത് അരച്ച് വെക്കരുത്, അതിൻ്റെ കളറെല്ലാം മാറിപ്പോവും. അപ്പോൾ ഈ സമയത്ത് ഒന്ന് അരച്ചാൽ മതി പെട്ടെന്ന്. എന്നിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. പൊടികളെല്ലാം ചേർക്കാം കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, 2 തക്കാളി നീളത്തിൽ അരിഞ്ഞത്. മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയിലേക്ക് ചേർക്കുമ്പോൾ നോക്കി വേണം ചേർക്കാൻ. ഒരു 2 മിനിറ്റ് സമയം അടച്ചു വയ്ക്കാം. തക്കാളി എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 കപ്പ് തൈര് വീണ്ടും ഇളക്കി കൊടുക്കാം. കുറച്ച് പുതിന അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് സമയം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. റൈസ് ചെയ്യാൻ നമ്മുടെ ബിരിയാണി പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിലേക്ക് ഇപ്പോൾ തീയൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കണം. നിരത്തി കൊടുക്കാം. മുകളിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, മുന്തിരി, അണ്ടിപ്പരിപ്പ്, മുകളിലേക്ക് കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കും. മുകളിലേക്ക് വീണ്ടും കുറച്ചുകൂടി നെയ്യ് ചേർത്തിട്ടുണ്ട്. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, റൈസ് ചേർക്കാം. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, അടച്ചു വെക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കേട്ടോ. ആവി കയറി വന്നാൽ മാത്രം മതി. ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൈസും ചിക്കനും നന്നായി നമ്മൾ വേവിച്ചെടുത്തതാണ്. സിമ്പിളായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെഡി. ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്